കുഞ്ഞിലെ സംസാരിക്കത്ത് പോലുമില്ലായിരുന്നു ഞാൻ. ഉണ്ടായിട്ട് അവിടെ ഒരു ഓപ്പറേഷനൊക്കെ നടത്തിയായിരുന്നു. അവിടെ നിന്ന് പോലീസുകാരടുത്ത് അച്ഛൻ പറഞ്ഞു, സുരേഷ് ഡോക്ടർ, സത്യം പറഞ്ഞാൽ ഡോക്ടർ ഞങ്ങളുടെ ദൈവമായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ അണ്ണൻ കൂട്ടുകാരൻ എന്നെ കുവൈറ്റിൽ കൊണ്ടുപോയി എന്നെ ചതിച്ച് ജയിലിലാക്കി. നടക്കാഞ്ഞിട്ട് അച്ഛൻ തോളത്ത് കയറ്റി 2 കാലും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് അമ്മയെന്ന് പോലും വിളിക്കാത്ത എൻ്റെ അണ്ണൻ അന്ന് അയ്യപ്പൻ്റെ ഒരു പാട്ട് ചെയ്യാനുള്ള ഒരു യോഗം എനിക്കുണ്ടായി. ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണിത്. ഒഴിവാക്കരുത്, ഒരു കാര്യത്തിൽ ഒഴിവാക്കരുത്, കൂടെ നിർത്തുക. ആ പാട്ട് അണ്ണനെ വെച്ച് ചെയ്യാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അയ്യപ്പൻ തന്ന ശബ്ദമാണ് അണ്ണൻ്റെ. ഹായ് ഹായ്, ലാലു ആണേ. ഇത് അണ്ണൻ, അറിയാമല്ലോ, വേണുഗോപാൽ. 30-ാം തീയതി ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മുതുകാട് സാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല നമ്മൾ സംസാരിച്ചത്. ഇതേപോലെ ഇതിനു മുമ്പേ ഒത്തിരി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ആർക്കും പറയാനുള്ളൊരു വേദി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനൊരു അവസരം വന്നപ്പോൾ ഇത് പറയണമെന്ന് തോന്നിയിട്ടാണ് നമ്മളാണെങ്കിൽ പോലും ഇത് പറഞ്ഞത്. അത് സത്യം പറഞ്ഞാൽ അമ്മ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ അങ്ങനെ കണ്ടപ്പോൾ കൂട്ടത്തിലുള്ള മറ്റുള്ളവരും കൂടി ഇതിനകത്ത് വിഷമിക്കുന്നുണ്ടല്ലോ, അവരെ അനുഭവിക്കുന്നവർ ഇവർ മാത്രമല്ല, ഇവരുടെ കൂടെ നിൽക്കുന്നവർ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്, അതൊക്കെ മാത്രം ഒന്ന് പറയാനായിരുന്നു നമ്മുടെ ആ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല. ഇങ്ങനെയുള്ള കുട്ടികളുടെ വീടുകളിലെ സത്യം ഇവർക്ക് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം ഉറപ്പായിട്ടുണ്ട്. കാര്യം ഞങ്ങൾ അതിന് ഒരു വലിയൊരു അനുഭവസ്ഥരാണ്. ഞാൻ അനുഭവസ്ഥരാണ്, എൻ്റെ അമ്മ അനുഭവസ്ഥരാണ്, ഞങ്ങളുടെ കുടുംബം വരെ അനുഭവസ്ഥരാണ്. വേറൊന്നുമല്ല, അണ്ണൻ കുഞ്ഞിലെ സംസാരിക്കത്ത് പോലുമില്ലായിരുന്നു ഞാൻ. അതായത് അണ്ണനൊരു 4 വയസ്സ് 5 വയസ്സായപ്പോഴും പോലും അണ്ണന് സംസാരിക്കാനുള്ള ഇതില്ല. എല്ലാം വളരെ പതുക്കെയായിരുന്നു അണ്ണൻ്റെ ഗ്രോത്ത്. അതായത് മാനസികമായിട്ടുള്ള, അതായത് ഫിസിക്കലി ചില കാര്യങ്ങൾ തന്നെ കമന്ന് വീഴുന്നുണ്ടെങ്കിൽ നടക്കാനാണെങ്കിലും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അണ്ണന്. അപ്പോൾ അങ്ങനെ അണ്ണൻ ആ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞപ്പം ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു. അവർ പറഞ്ഞു ചില കുട്ടികൾ അങ്ങനെയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അണ്ണൻ്റെ ഈ കൊച്ചിലെ തന്നെ ഈ മലദ്വാരത്തിന് അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവിടെ ഒരു ഓപ്പറേഷനൊക്കെ നടത്തിയായിരുന്നു. അപ്പം അത് ഒക്കെ അല്ലേ, അപ്പോൾ അത് മരുന്നിൻ്റെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും, അതുകൊണ്ട് അത് കുറച്ച് നമുക്ക് സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞു. കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ സുരേഷ് ഡോക്ടർ. സത്യം പറഞ്ഞാൽ ഡോക്ടർ ഞങ്ങളുടെ ദൈവമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛനെ അമ്മയെ അറിയാം, എന്നെ അറിയാം, അണ്ണനെ അറിയാം. കൊച്ചിലോട്ട് ഞങ്ങൾ അവിടെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മരിച്ചുപോയി അദ്ദേഹം. ഞങ്ങളുടെ എല്ലാവരുടെയും, ഞങ്ങളുടെ കുടുംബ ഡോക്ടർ പോലെയായിരുന്നു അദ്ദേഹമാണ് അണ്ണൻ്റെ അസുഖത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ അമ്മയോടും അച്ഛനോടും പറയുന്നത്. അപ്പം ഈ ഡോക്ടറെ കൂടെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് നമുക്ക് നോക്കാം, അവൻ്റെ ചില ടെസ്റ്റുകൾ നമുക്ക് നടത്തി നോക്കാമെന്ന് പറഞ്ഞാണ് അണ്ണൻ്റെ കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. അങ്ങനെ ടെസ്റ്റുകളെല്ലാം നടത്തി ഒക്കെ കഴിഞ്ഞിട്ട് അമ്മയെ അച്ഛനെ ഒന്ന് വിളിപ്പിച്ചു. അണ്ണനെയും കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു അത് വേണുവിന് ചെറിയ ബുദ്ധിക്ക് പ്രശ്നം ഉണ്ട് മോന്. അമ്മയ്ക്കൊക്കെ അച്ഛനൊക്കെ അന്ന് ഭയങ്കര വിഷമമായി, ഇങ്ങനൊരു കുട്ടിയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമം. പക്ഷേ ഡോക്ടർ പറഞ്ഞു അവനത് ക്രമേണ അവൻ ശരിയായി വരും, അവൻ സംസാരിക്കും, അവൻ കുഴപ്പമില്ലാതെ നടക്കും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ആ ഒരു ഡോക്ടർ പറഞ്ഞ എൻ്റെ ആ ഒരു വലിയ അത് വിലക്കെടുത്തുകൊണ്ട് അച്ഛനും അമ്മയും പിന്നെയും ജീവിതങ്ങൾ തള്ളി നീക്കി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അണ്ണന് പിന്നെയും ഈ സംസാരിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെയും ഡോക്ടറുടെ തുടങ്ങി പറഞ്ഞ് അവൻ സംസാരിച്ചോളും, കുറേ പതുക്കെ ആവട്ടെ അവൻ സംസാരിക്കും. പക്ഷേ ആ സമയത്തൊക്കെ അണ്ണൻ ഇങ്ങനെയൊക്കെ അണ്ണൻ പറയത്തുള്ളൂ. അമ്മയ്ക്കും അച്ഛനൊക്കെ അതൊക്കെ ഭയങ്കര വിഷമം, എന്ത് ചെയ്യും അങ്ങനെയാണ്. ഒരു ദിവസം അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും ഞങ്ങളുടെ ഒരു ബന്ധു, അച്ഛൻ്റെ ഭയങ്കര ഫ്രണ്ടുമാണ്.
അപ്പോൾ അദ്ദേഹം വന്നു എന്ന് പറഞ്ഞു, ഗോപി എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര്. ഗോപി, നമുക്കൊന്ന് മലയ്ക്ക് പോകാം, ഈ പ്രാവശ്യം നീ മലയ്ക്ക് വരുന്നുണ്ടെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞ് ആ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവനെയും കൂടെ അങ്ങ് കൂട്ട്, അവനൊരു ഇതാവുമല്ലോ. അച്ഛൻ പറഞ്ഞില്ല, അവന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടില്ല. ഇല്ല കുഴപ്പമില്ല, നമ്മളില്ലേ, നമുക്ക് കൊണ്ടുപോകാം. അണ്ണനെയും കൊണ്ട് ശബരിമലയ്ക്ക് പോയി. മലയിൽ പമ്പയിൽ ചെന്ന് ഇവർ കുളിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വന്നു. അണ്ണന് ആ സ്ഥലത്തുകൊണ്ട് ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവരെല്ലാവരും കൊണ്ട് ഒരുമിച്ച് നടന്ന് മല കയറിപ്പോയി. അപ്പോൾ ഓരോരുത്തരും അവിടെ സ്വാമിയെ ശരണയ്യപ്പ, സ്വാമിയെ ശരണപ്പ. പുള്ളി ഒന്നും ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത രീതിയിലാണ് സംസാരിച്ച് തുടങ്ങി. പക്ഷേ ഇദ്ദേഹം എന്തൊക്കെയോ മൂളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, അവനെന്തോ മൂളുന്നുണ്ട് എന്നുണ്ട്. അണ്ണൻ നടക്കാഞ്ഞിട്ട് അച്ഛൻ തോളത്ത് കയറ്റി 2 കാലും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് അച്ഛൻ അണ്ണനെയും വെച്ച് കയറിയത്. കുറേ കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ കൂട്ടുകാരൻ, ഞങ്ങളുടെ ബന്ധു, അദ്ദേഹം പറഞ്ഞു, അവനെ താഴെ ഇറക്കും, അവനെ നടത്ത്, അവൻ ആ ഒരു ഇത് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കാലിടിക്കും, അവൻ്റെ കാല് കുഴപ്പമില്ല, അത് നടത്തുമെന്ന് പറഞ്ഞ് അങ്ങനെ നടത്തി. അച്ഛനും അദ്ദേഹവും എല്ലാവരും, അച്ഛൻ്റെ കുറച്ച് കൂട്ടുകാരും ഞങ്ങളുടെ ബന്ധത്തിലുള്ളവർ കുറച്ച് പേരെല്ലാം കൂടി ഇങ്ങനെ മല ചവിട്ടി നേരെ കയറി. അവിടെ ചെന്ന് മലയുടെ ആംബിയൻസിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അണ്ണൻ എന്തൊക്കെയോ വിൽക്കുന്ന കണക്കൊക്കെ പോലെ തോന്നിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോലീസുകാരടുത്ത് അച്ഛൻ പറഞ്ഞ്, ഒരു വയ്യാത്തൊരു കുട്ടിയാണ്, കുറച്ച് നേരം ഒന്ന് അമ്പലത്തിലൊന്ന് നടയിലൊന്ന് നിർത്താനായിരുന്നു എന്ന് പറഞ്ഞു. അവർ അണ്ണനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. അച്ഛനെ കണ്ടപ്പോൾ മറ്റുള്ളവരും കൂടെ പറഞ്ഞു നോക്കി. അവർ പറഞ്ഞു, ശരി സാറേ കയറിക്കൊള്ളാമെന്ന്. എന്തോ ഭാഗ്യം കൊണ്ട് അണ്ണനെ അവിടെ കൊണ്ട് നിർത്തി. എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ചു. ആ സ്വാമിയെ ശരണം ചെയ്യാൻ അണ്ണൻ അന്ന് അമ്മയെന്ന് പോലും വിളിക്കാത്ത എൻ്റെ അണ്ണൻ അന്ന് അയ്യപ്പ എന്ന് വിളിച്ചു, സ്വാമി അയ്യപ്പ. അങ്ങനെ എൻ്റെ അണ്ണൻ ആദ്യമായിട്ട് വിളിക്കുന്ന ഒരു വാക്കാണ് അയ്യപ്പ. അമ്മയെന്ന് പോലും വിളിക്കുന്നതിന് മുമ്പ് എൻ്റെ അണ്ണൻ അയ്യപ്പ എന്ന് വിളിച്ചു. ആ അയ്യപ്പൻ അണ്ണനെ അനുഗ്രഹിച്ചു. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ വീട്ടിലും ഓരോ പിള്ളേർക്കും ഓരോ തരത്തിലുള്ള അനുഗ്രഹങ്ങളുണ്ട്. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. ആ അനുഗ്രഹം നമ്മൾ കാണാതെ പോകുന്നതുകൊണ്ടാണ്. അണ്ണനെ അയ്യപ്പൻ അനുഗ്രഹിച്ച പോലെ എനിക്കൊരു ഭാഗ്യമുണ്ടായി. അയ്യപ്പൻ്റെ ഒരു പാട്ട് വിഷ്വൽ ചെയ്യാൻ എനിക്കൊരവസരം ഉണ്ടായി. ഞാൻ സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി MA സിനിമ ആൻഡ് ടെലിവിഷൻ പഠിക്കാൻ വേണ്ടി മീഡിയ വില്ലേജ് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചായിരുന്നു കൂട്ടുകാരൻ എന്നെ കുവൈറ്റിൽ കൊണ്ടുപോയി എന്നെ ചതിച്ച് ജയിലിലാക്കി. ആ കഥ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ആ കഥ ഞാൻ പറയാം. ആ ജയിലിൽ കിടന്നപ്പോഴാണ് പല പ്രാർത്ഥനകളും പ്രാർത്ഥിച്ചത്. അതിലൊന്നായിരുന്നു ഒരു അയ്യപ്പൻ്റെ പ്രാർത്ഥന, അയ്യപ്പനോടുള്ള പ്രാർത്ഥന. ഞാൻ അവിടെ നിന്ന് കുവൈറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞ് എൻ്റെ ഈ കൂട്ടുകാരന്മാർക്കൊക്കെ അറിയാം, ഞാൻ കുറച്ച് ഫിലിമുമായിട്ടും കുറച്ച് എഡിറ്റിങ്ങും ഇതായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ വീടിനടുത്ത് ചന്ദനക്കാവ്, ആലപ്പുഴ ചന്ദനക്കാവിനടുത്ത് ഒരു സരസ്വതി ക്ഷേത്രമുണ്ട്. രംഗൻ്റെ ചേട്ടൻ എല്ലാം കൂടാണ് ഈ അമ്പലത്തിൻ്റെ ഭാരവാഹികളും മറ്റും. അപ്പോൾ അവരൊരു ആൽബം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം ഒരു അയ്യപ്പൻ്റെ പാട്ട് ചെയ്യാം. അങ്ങനെ അവരൊരു അയ്യപ്പൻ്റെ പാട്ട് ചെയ്തു. ഈ അയ്യപ്പൻ്റെ പാട്ട് ചെയ്ത് അതായത് നമുക്കൊന്ന് വിഷ്വലാക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അനിയനെ പോലെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടും അനിയനെ പോലെ സ്നേഹിക്കുന്ന വിവേക് എന്ന് പറയുന്നത്, അത് ലാലിച്ചേട്ടനെ ഏൽപ്പിച്ചാൽ എന്താ, ലാലിച്ചേട്ടൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ആ അയ്യപ്പൻ്റെ പാട്ട് ചെയ്യാനുള്ള യോഗം എനിക്ക് കിട്ടുന്നത്. ഈ പാട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ആ പാട്ട് അണ്ണനെ വെച്ച് ചെയ്യാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം ചേട്ടൻ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചേട്ടൻ അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അപ്പം അണ്ണനെ വെച്ച് ചെയ്യണമെന്നുള്ള എനിക്കൊരു ആഗ്രഹമായി. പക്ഷേ
ഞാൻ പല രീതിയിലും അണ്ണനെ വെച്ച് നോക്കിയിട്ട് അണ്ണൻ അത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അണ്ണ ഇങ്ങനെ വാ, അതിങ്ങനെ നടക്ക്, അതിങ്ങനെ ഒന്ന് പറഞ്ഞിട്ടൊന്നും അണ്ണനത് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും പറ്റുന്നില്ല. പിന്നെ ഞാനതങ്ങ് ഉപേക്ഷിച്ചു. അത് ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ നമ്മുടെ കവിരാജ് എന്ന് പറയുന്ന സിനിമയിലും സീരിയലിലൊക്കെ വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിനെ വെച്ചിട്ട് ഞാൻ ആ ആൽബം ചെയ്തത്. ആ ആൽബം ഞാനെൻ്റെ ലാസ്റ്റ് ഇടാം, എല്ലാവരും കാണണം. അങ്ങനെ അയ്യപ്പൻ്റെ ഒരു പാട്ട് ചെയ്യാനുള്ള ഒരു യോഗം എനിക്കുണ്ടായി. എനിക്കും അണ്ണനും ഒരുപോലെ അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഉള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഒരു അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണിത്. നിങ്ങളവരെ കൂടുള്ളവർ അവരെ നല്ലവണ്ണം നോക്കണം, അവരെ പരിചരിക്കണം, ഇവരുടെ കൂടെ ഇരുന്ന് നിൽക്കണം. അതൊരു വലിയൊരു ബാധ്യതയായിട്ടോ പ്രശ്നങ്ങളായിട്ടോ ഒന്നും ആരും കാണരുത്. ഇവരിൽ കുറേ ടാലൻ്റുണ്ട്. ആ ടാലൻറ്റ് എന്താണെന്ന് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവരെ കഴിവതും നമ്മൾ ഇവരുടെ രീതിയിൽ ഇവരെ നോക്കുക, ഒഴിവാക്കരുത്, ഒരു കാര്യത്തിൽ ഒഴിവാക്കരുത്, കൂടെ നിർത്തുക. അത്രേ പറയാനുള്ളൂ. അയ്യപ്പൻ തന്ന ശബ്ദമാണ് അണ്ണൻ്റെ. സ്വാമി ശരണം അയ്യപ്പ. സ്വാമി അയ്യപ്പ. പുലരിയിൽ വ്രതം നോറ്റ മനസ്സുകൾ ശരണാവലി പാടി നിന്നടവുകായി. ധനുമാസപ്പുലരിയിൽ വ്രതം നോറ്റ മനസ്സുകൾ ശരണാവലി പാടി നിന്നടവുകായി. കലികാല പീഡകൾ ഇരുമുടി കെട്ടാക്കി ഇടനെഞ്ചിൻ തുടികൊട്ടി വരികയായി. മലവാഴും ഭഗവാനേ വരികയായി. ധനുമാസപ്പുലരിയിൽ വ്രതം നോറ്റ മനസ്സുകൾ ശരണാവലി പാടി നിന്നടവുകായി. ധനുമാസപ്പുലരിയിൽ വ്രതം നോറ്റ മനസ്സുകൾ ശരണാവലി പാടി നിന്നടവുകായി. കലികാല പീഡകൾ ഇരുമുടി കെട്ടാക്കി ഇടനെഞ്ചിൽ തുടികൊട്ടി വരികയായി. മലവാഴും ഭഗവാനേ വരികയായി. എരുമേലി നടയെത്തി വാവരെ തൊഴുതിട്ട് തിങ്കൾ കല മനസ്സേറ്റി യാത്രയായി. എരുമേലി നടയെത്തി വാവരെ തൊഴുതിട്ട് തിങ്കൾ കല മനസ്സേറ്റി യാത്രയായി. അഴുതയും താണ്ടി ഞാൻ കരിമലയേറി നിൻ പരമപൂങ്കാവനം മനസ്സിലോർത്ത് അയ്യപ്പ സ്വാമി ഞാൻ വരികയായി. ധനുമാസപ്പുലരിയിൽ വ്രതം നോറ്റ മനസ്സുകൾ ശരണാവലി പാടി നിന്നടവുകാനായി. പമ്പാ നദി തീരത്ത്
പിതൃപൂജ ചെയ്തിട്ട് സുരപുണ്യം നേടാനായി വിളക്കും വച്ച് പമ്പാ നദി തീരത്ത് പിതൃപൂജ ചെയ്തിട്ട് സുരപുണ്യം നേടാനായി വിളക്കും വച്ച് തപസ്വിയം ശബരിയും കറുപ്പസ്വാമിയും നേടിയ മോക്ഷം ഞാനടയുവാനായി അയ്യപ്പ സ്വാമി നിന്നന്തികത്തിൽ ധനുമാസ പുലരിയിൽ വ്രതം നോറ്റ മനസ്സുകൾ ശരണാവലി പാടി നിന്നടവുകാനായി ധനുമാസ പുലരിയിൽ വ്രതം നോറ്റ മനസ്സുകൾ ശരണാവലി പാടി നിന്നടവുകാനായി കലികാല പീഡകൾ ഇരുമുടിക്കെട്ടാക്കി ഇടനെഞ്ചിൽ തുടികൊട്ടി വരികയായി മലവാഴും ഭഗവാനേ വരികയായി.